ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. സമീപകാലത്ത് സൂപ്പർ താരമായ രവിചന്ദ്രൻ അശ്വിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു. അതായത് അശ്വിൻ CSK വിടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമായിരുന്നു. തന്നെ റിലീസ് ചെയ്യാൻ CSK മാനേജ്മെന്റിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോഴിതാ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അതായത് അശ്വിൻ ഈ ഒരു IPL ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് അശ്വിൻ ഇനി മുതൽ IPL ഉണ്ടാവില്ല എന്നുള്ളത് ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ IPL കരിയർ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അശ്വിൻ. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 2 തവണ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ്, പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ് ഈ ടീമുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആകെ IPL-ൽ 187 വിക്കറ്റുകൾ വീഴ്ത്തി IPL-ന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ 5ാമത്തെ താരമായിക്കൊണ്ടാണ് ഇപ്പോൾ അശ്വിൻ പടിയിറങ്ങുന്നത്. ഐതിഹാസികമായ ഒരു കരിയർ തന്നെ IPL-ൽ അവകാശപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഏതായാലും അശ്വിൻ പോയതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പേഴ്സ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 9.75 കോടി രൂപയായിരുന്നു അശ്വിന് വേണ്ടി CSK ചിലവഴിച്ചിരുന്നത്. അതിപ്പോൾ അവിടെ ബാലൻസ് ആയി വന്നിട്ടുണ്ട്. കൂടാതെ അടുത്ത ഓപ്ഷനിൽ അഡീഷണൽ പേഴ്സ് ആയിക്കൊണ്ട് 5 കോടി രൂപയുണ്ട്. കൂടാതെ കഴിഞ്ഞ ഓപ്ഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും ബാക്കി ഉണ്ടായിരുന്നത് 5 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആകെ 14.80 കോടി രൂപയാണ് നിലവിൽ ഒരു റിമൈനിങ് പേഴ്സ് ആയിക്കൊണ്ട് CSKയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. മോശമല്ലാത്ത ഒരു തുക ഇതിനോടകം തന്നെ CSKയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ താരങ്ങളെ ട്രേഡ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടിയ ഒരു തുക CSKയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും വരുന്ന ഓപ്ഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നല്ല നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.